ഹലോ എവരിവൺ, T10 സീരീസിൻ്റെ പാർട്ട് 9 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പാർട്ട് 1 മുതൽ പാർട്ട് 8 വരെയുള്ള വീഡിയോസ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബുക്കും പേപ്പറൊക്കെ എടുത്തോ, സീരിയസ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഈ വീഡിയോയിൽ ഞാൻ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചോദ്യം, ഉത്തരം, അതുമായി ബന്ധപ്പെട്ട അസസറി ആയിട്ടുള്ള ഫാക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ പാർട്ട് 8 വീഡിയോയിൽ ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വർക്കായിട്ട് തന്നെ എടുത്തു. ആ ക്വസ്റ്റ്യൻ നമുക്ക് പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആ ചോദ്യം നമുക്ക് നോക്കാം. യൂണിയൻ ബജറ്റ് ഈസ് പ്രസന്റഡ് ഇൻ ഓപ്ഷൻ എ ലോക്സഭ, ഓപ്ഷൻ ബി രാജ്യസഭ, ഓപ്ഷൻ സി ജോയിന്റ് സീറ്റിംഗ് ഓഫ് ലോക്സഭ രാജ്യസഭ, ഓപ്ഷൻ ഡി അതേഴ്സ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലോക്സഭയാണ്. ലോക്സഭയുടെ വേറെ പേരുകൾ എന്തൊക്കെയാ? ഹൗസ് ഓഫ് പീപ്പിൾ, ഓക്കെ, ഹൗസ് ഓഫ് പീപ്പിൾ, അതുപോലെ തന്നെ ലോവർ ഹൗസ്. ഇതൊക്കെയാണ് ലോക്സഭയുടെ വേറെ പേരുകൾ. ഓക്കെ, ലോവർ ഹൗസ്. ഇനിയും രാജ്യസഭയുടെ അതർ നെയിംസ് എന്തൊക്കെയാ? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, അതുപോലെ തന്നെ ഹൗസ് ഓഫ് എൽഡേഴ്സ്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. ഇതൊക്കെയാണ് രാജ്യസഭയുടെ അതർ നെയിംസ്. ഇനിയും യൂണിയൻ ബജറ്റ് എവിടെ പ്രസന്റ് ചെയ്യുന്നത്? അത് ലോക്സഭയിലാണ്. ഇനി ബജറ്റ് എന്ന് പറയുന്ന വാക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും കാണാൻ പറ്റില്ല. ബട്ട് യു ക്യാൻ ഫൈൻഡ് ആൻ ആർട്ടിക്കിൾ 112. ഇത് കാണാത്തവരുണ്ടെങ്കിൽ അത് നോക്കുക. ആർട്ടിക്കിൾ 112 ഒരു വാക്ക് പറയുന്നത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് തന്നെയാണ് ബജറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നോർമൽ ലാംഗ്വേജിൽ ബജറ്റ് എന്ന് പറയുന്നു, പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെ ബജറ്റ് എന്ന വാക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. യു ക്യാൻ സി ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ആർട്ടിക്കിൾ 112. അപ്പോൾ ആർട്ടിക്കിൾ 112 ആണ് എന്തിനെ പറ്റി ഡീൽ ചെയ്യുന്നത്? ബജറ്റിനെ പറ്റി ഡീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് പാർട്ട് 9 വീഡിയോയിൽ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ 8th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൺസിസ്റ്റ് ഓഫ്. കഴിഞ്ഞ വർഷം 3 ഇയറിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഓപ്ഷൻ എ സാലറി ഓഫ് പ്രൈം മിനിസ്റ്റർ, ഓപ്ഷൻ ബി ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ്, ഓപ്ഷൻ സി സാലറി ഓഫ് പ്രസിഡന്റ്, ഓപ്ഷൻ ഡി ലിസ്റ്റ് ഓഫ് ലാംഗ്വേജസ് റെക്കഗ്നൈസ്ഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ലിസ്റ്റ് ഓഫ് ലാംഗ്വേജസ് റെക്കഗ്നൈസ്ഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി കോൺസ്റ്റിറ്റ്യൂഷനിലെ നിലവിൽ എത്ര ലാംഗ്വേജ് റെക്കഗ്നൈസ്? 22 ലാംഗ്വേജസ് റെക്കഗ്നൈസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ 22 ലാംഗ്വേജ് കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്തിട്ട്. ഇനി ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് എത്ര ലാംഗ്വേജ്? 14 ഓർത്ത് വയ്ക്കുക, 14. അപ്പോൾ 8th ഷെഡ്യൂൾ ലിസ്റ്റ് ഓഫ് ലാംഗ്വേജസ് അറ്റ് പ്രസന്റ് 22 ലാംഗ്വേജസ് ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റിൽ. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്ത് 14 ആയിരുന്നു. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 360 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എംപവേഴ്സ് ദ പ്രസിഡന്റ് ടു പ്രൊക്ലെയിം. കഴിഞ്ഞ വർഷം 3 ഇയറിൽ ചോദിച്ചൊരു ചോദ്യം. ഓപ്ഷൻ എ നാഷണൽ ഡിസാസ്റ്റർ, ഓപ്ഷൻ ബി സ്റ്റേറ്റ് എമർജൻസി, ഓപ്ഷൻ സി ഫിനാൻഷ്യൽ എമർജൻസി, ഓപ്ഷൻ ഡി നാഷണൽ എമർജൻസി. ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഫിനാൻഷ്യൽ എമർജൻസി. ഇനി ഫിനാൻഷ്യൽ എമർജൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം പ്രസിഡന്റിന് തോന്നുകയാണ് ദ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓഫ് ഇന്ത്യ ഈസ് ത്രെട്ടൻഡ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ക്രെഡിറ്റ്, ഒന്നെങ്കിൽ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ദ ക്രെഡിറ്റ് ഓഫ് ഇന്ത്യ ഇത് ത്രെട്ടൺ ചെയ്തിട്ടുണ്ട് എന്ന് പ്രസിഡന്റിന് തോന്നുകയാണെങ്കിൽ പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും? ദ പ്രസിഡന്റ് ക്യാൻ ഡിക്ലെയർ ഫിനാൻഷ്യൽ എമർജൻസി. ഇന്ത്യയിൽ ഇതുവരെ ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനിയും ഇത് പഠിക്കുന്നതിനൊപ്പം തന്നെ വേറെ 2 ആർട്ടിക്കിളൂടെ ഞാൻ പറയാം. 352 ആൻഡ് 356. 352 എന്തിനെ പറ്റിയാണ് ഡീൽ ചെയ്യുന്നത്? നാഷണൽ എമർജൻസി. ആർട്ടിക്കിൾ 352 ഡീൽസ് വിത്ത് നാഷണൽ എമർജൻസി. ഇനി ആർട്ടിക്കിൾ 356 എന്തിനെ പറ്റിയ ഡീൽ? സ്റ്റേറ്റ് എമർജൻസി. ഓക്കെ, സ്റ്റേറ്റ് എമർജൻസിക്ക് വേറെ 2 പേരുകളുണ്ട്, അതും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. സ്റ്റേറ്റ് എമർജൻസിയുടെ വേറെ 2 പേരുകളാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി, അതുപോലെ തന്നെ പ്രസിഡൻസ് റൂൾ. ഇത് എല്ലാവരുടെയും നിങ്ങൾ പേപ്പറിലും അവിടെ ഇവിടെയൊക്കെ നിങ്ങൾ പ്രസിഡൻസ് റൂൾ എന്നാണ് കാണുന്നത്. ഈ പ്രസിഡൻസ് റൂൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് സ്റ്റേറ്റ് എമർജൻസിയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, 3 വളരെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ. 352 നാഷണൽ എമർജൻസി, 356 സ്റ്റേറ്റ് എമർജൻസി, 360 എന്താണ്? ഫിനാൻഷ്യൽ എമർജൻസി. ഫിനാൻഷ്യൽ എമർജൻസി എപ്പോഴാണ് പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്യുക? വെൻ ദ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓർ ക്രെഡിറ്റ് ഓഫ് ഇന്ത്യ ഈസ് ത്രെട്ടൻഡ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ഇന്ത്യൻ ലോക്സഭ ഈസ്. കഴിഞ്ഞ 3 ഇയറിൽ ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻ എ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി സ്പീക്കർ ഓഫ് ദ ഹൗസ്. ഇതിന് ആൻസർ എന്ന് പറയുന്നത് സ്പീക്കർ ഓഫ് ദ ഹൗസ് ആണ്. ഓക്കെ, ഇനി സ്പീക്കർക്ക് കുറച്ച് സ്പെഷ്യൽ പവേഴ്സ് ഉണ്ട്. സ്പീക്കർ ഈസ് ദ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ലോക്സഭ. ലോക്സഭയുടെ നാഥൻ എന്ന് പറയുന്നത് ആരാണ്? അത് സ്പീക്കറാണ്. സ്പീക്കർ
ദ സ്പീക്കർ സർട്ടിഫൈസ് വെദർ എ ബിൽ ഈസ് മണി ബിൽ ഓർ നോട്ട്. ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് സർട്ടിഫൈ ചെയ്യുന്ന ആരാ? അത് സ്പീക്കറാണ്. അതുപോലെ തന്നെ എനി ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് ടു ആൻറ്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ആരോപണങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യസഭാ അംഗത്തിനെതിരെ വന്നു അത് തീരുമാനിക്കുന്ന ആരാണ്? അത് ലോക്സഭാ സ്പീക്കറാണ്. സ്പീക്കർ ഡിറ്റർമൈൻസ് എനി ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ടു അല്ലെങ്കിൽ എനി അലിഗേഷൻ റിഗാർഡിംഗ് ടു ആൻറ്റി ഡിഫെക്ഷൻ ലോ. ഇനി ലോക്സഭയുടെ നാഥൻ എന്ന് പറയുന്നത് സ്പീക്കറാണ്. ഇനി രാജ്യസഭയുടെ നാഥൻ അല്ലെങ്കിൽ രാജ്യസഭയുടെ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്ന ആരാണ്? ഇറ്റ് ഈസ് വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് ഈസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. ഓർത്ത് വയ്ക്കാം. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ഓഫ് കേരള. കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ചോദ്യമാണ്. ഓപ്ഷൻ എ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ, ഓപ്ഷൻ ബി ജസ്റ്റിസ് കെ ടി കോശി, ഓപ്ഷൻ സി അന്ന ചാണ്ടി, ഓപ്ഷൻ ഡി ഫാത്തിമ ബീവി. ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ജസ്റ്റിസ് കെ ടി കോശി. ഇനി ദ ഫസ്റ്റ് വുമൺ ടു ബിക്കം ദ ജഡ്ജ് ഓഫ് എ ഹൈക്കോർട്ട്, അതാരാണ്? അത് ജസ്റ്റിസ് അന്ന ചാണ്ടിയാണ്. ജസ്റ്റിസ് അന്ന ചാണ്ടിയാണ് ദ ഫസ്റ്റ് വുമൺ ടു ബിക്കം ദ ജഡ്ജ് ഓഫ് എ ഹൈക്കോർട്ട്. അതുപോലെ തന്നെ ദ ഫസ്റ്റ് വുമൺ ടു ബിക്കം ദ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ടാണ്, അത് ജസ്റ്റിസ് എം ഫാത്തിമ ബീവിയാണ്. ദ ഫസ്റ്റ് വുമൺ ടു ബിക്കം ദ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് ജസ്റ്റിസ് എം ഫാത്തിമ ബീവിയാണ്. നിങ്ങളെല്ലാവരും ഓർത്തുക. ഇനി ദ ഫസ്റ്റ് വുമൺ ടു ബിക്കം ദ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട്, അതാരാണ്? സുജാത മനോഹറാണ്. ദ ഫസ്റ്റ് വുമൺ ടു ബിക്കം ദ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട് എന്ന് പറയുന്ന ആരാണ്? സുജാത മനോഹറാണ്. ഓർത്ത് വയ്ക്കും. ഇനി അഞ്ചാം ചോദ്യം കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ് പ്രിയറിൽ. ദ സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ ഹാസ് ബീൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ അണ്ടർ. ഓപ്ഷൻ എ RTA Act 2005, ഓപ്ഷൻ ബി RTA Act 2015, ഓപ്ഷൻ സി RTA Act 1985, ഓപ്ഷൻ ഡി RTA Act 1995. ഇതിന് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. RTA ഫുൾ ഫോം എന്താ? റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്. ഇത് ഏത് വർഷത്തിലാണ് വന്നതെന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. 2005. അപ്പോൾ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആക്റ്റുകളുണ്ട്, പോക്സോ അത് ഇത് പറഞ്ഞ ഒരുപാട് ആക്റ്റാണ്. ആ ആക്ട് അതിൻ്റെ ഫുൾ ഫോം അത് നിലവിൽ വന്ന വർഷം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിക്കും. BNSS, BSA പലർക്കും അറിയില്ല. ഭാരതീയ സാക്ഷ്യ അധിനിയം. ഓക്കെ, ഇതൊക്കെ ഇതിൻ്റെ ഫുൾ ഫോം എന്താ, ഏത് വർഷത്തിൽ നിലവിൽ വന്നതെന്ന് കാര്യങ്ങൾ നിങ്ങൾ ഒരു സെപ്പറേറ്റ് നോട്ട് ഉണ്ടാക്കി പഠിച്ചു. ധാരാളം ചോദ്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഒരു ചോദ്യം നിങ്ങൾ കണ്ടു. ക്വസ്റ്റ്യൻ നമ്പർ 6. മേക്കിംഗ് എ സ്റ്റേറ്റ്മെന്റ് എയ്തർ ഓറലി ഓർ ഇൻ റൈറ്റിംഗ് which damages someone's reputation is legally termed as. Option A crime, option C commendation, option C offense, option D defamation. ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഡിഫാമേഷൻ. ഡിഫാമേഷൻ ഈസ് എ ക്രൈം ആസ് പെർ സെക്ഷൻ 356 ഓഫ് BNS. സെക്ഷൻ 356 ഓഫ് BNSലാണ് ഡിഫാമേഷൻ ഒരു ക്രൈം ആണെന്ന് പറയുന്നത്. ഇനി ഡിഫാമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മേക്കിംഗ് എ സ്റ്റേറ്റ്മെൻറ്റ് എയ്തർ ഓറലി ഓർ ഇൻ റൈറ്റിംഗ്. ഒരാളുടെ റെപ്യൂട്ടേഷൻ ഡാമേജ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഓറലി കൊടുക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫാമേഷൻ എന്ന് പറയും. ഡിഫാമേഷൻ രണ്ട് തരമുണ്ട്, ലിബേലും ഉണ്ട്, സ്ലാൻഡറും ഉണ്ട്. ഓക്കെ, നമ്മുടെ ഡിഫോമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓറലി ആണെങ്കിൽ, ഓറലി ആകുമ്പോൾ ഇറ്റ് ഈസ് അഡ്രസ് ടു ഇയേഴ്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്ലാൻഡറാണ്. ഇനിയും നമ്മൾ ഇറക്കുന്ന ഡിഫോമേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ഇൻ റൈറ്റിംഗ് ആണെങ്കിൽ, ഓക്കെ, ഇൻ ടാഞ്ചിബിൾ ഫോം ആണെങ്കിൽ, റൈറ്റിംഗ് ആണെങ്കിൽ ഇറ്റ് ഇസ് അഡ്രസ് ടു ഐസ് ആണ്. അപ്പോൾ അതെന്താണ്? അത് ലിബേലാണ്. ഓക്കെ, അത് ലിബേ. അപ്പോൾ അഡ്രസ് ടു ഇയേഴ്സ് ആണെങ്കിൽ സ്ലാൻഡറും, അഡ്രസ് ടു ഐസ് ആണ്, റൈറ്റിംഗ് ഒക്കെ ആണെങ്കിൽ എന്താണ്? ലിബേലാണ്. ഓർത്ത് വയ്ക്കും. ഏഴാം ചോദ്യം നോക്കാം. സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ക്യാൻ ബി ഫയൽഡ് ഓൺലി അറ്റ്. ഓപ്ഷൻ എ സുപ്രീം കോർട്ട്, ഓപ്ഷൻ ബി ഹൈക്കോർട്ട്, ഓപ്ഷൻ സി നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ, ഓപ്ഷൻ ഡി ലേബർ കോർട്ട്. ഓക്കെ, ലേബർ കോർട്ട് കഴിഞ്ഞ വർഷം 5 ചോദിച്ചൊരു ചോദ്യമാണ്. ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, സുപ്രീം കോർട്ട്. സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ യൂണിയനിലുള്ള ഏതെങ്കിലും ഒരു കോടതിയുടെ ഒരു ഓർഡർ, ആ കോടതി ഇറക്കിയ ഓർഡറോ ജഡ്ജ്മെൻറ്റിനോ വെച്ചിട്ട് നമുക്ക് നേരിട്ട് അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീം കോർട്ടിൽ നമുക്ക് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഫയൽ ചെയ്യാം. നമുക്ക് ഇപ്പോൾ ചാവക്കാട് മുനിസിപ്പൽ കോടതി ഒരു ഓർഡർ പാസ്സാക്കി, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരെ ആ ഓർഡറിനെതിരെ ചലഞ്ച് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് SLP നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ പറ്റും. ഈ SLP ഫയൽ ചെയ്യുമ്പോൾ അത് അഡ്മിറ്റ് ചെയ്യണോ എന്ന് വേണ്ടത് അത് സുപ്രീം കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ്. എന്തെങ്കിലും ഒരു ഡീപ്പായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് SLP എന്ത് ചെയ്യും? സുപ്രീം കോടതി അഡ്മിറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ സുപ്രീം കോടതി എന്ത് ചെയ്യുക? SLP എന്ത് ചെയ്യും? തള്ളും.
ഓക്കെ, ദാറ്റ് ഈസ് SLP. SLP നമുക്ക് എവിടെയാണ് ഓൺലി ക്യാൻ ബി ഫയൽഡ് അറ്റ് സുപ്രീം കോർട്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 8ാം ചോദ്യം. ദ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ വാസ് ഹെൽഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ്. കഴിഞ്ഞ വർഷം 5 ഇയറിൽ ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻ എ 1953, 54, ഓപ്ഷൻ ബി 1951, 52, ഓപ്ഷൻ സി 1949, 50, ഓപ്ഷൻ ഡി 1955, 56. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 1951, 52. ഓക്കെ, ഓർത്ത് വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 9ാം ചോദ്യം. സുപ്രീം കോടതി ജഡ്ജസ് ആർ അപ്പോയിന്റഡ് ബൈ. ഇത് കഴിഞ്ഞ വർഷം 5 ഇയറിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഓപ്ഷൻ എ രാജ്യസഭ, ഓപ്ഷൻ ബി ലോക്സഭ, ഓപ്ഷൻ സി പ്രൈം മിനിസ്റ്റർ, ഓപ്ഷൻ ഡി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. സുപ്രീം കോടതി ജഡ്ജിമാരെ ഹൈക്കോടതി ജഡ്ജിമാരെയും ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? അത് പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഓർത്ത് വയ്ക്കുക. ഇനിയും ജില്ലാ ജഡ്ജിമാരെ, ഡിസ്ട്രിക്ട് ജഡ്ജിമാരെ ആരാണ് അപ്പോയിന്റ്? ഡിസ്ട്രിക്ട് ജഡ്ജസ് ആർ അപ്പോയിന്റഡ് ബൈ ഗവർണർ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ കൺസേൺഡ് ഹൈക്കോർട്ട്. ഓക്കെ, കൺസേൺഡ് ഹൈക്കോർട്ടിന്റെ കൺസൾട്ടേഷൻ പ്രകാരം ഗവർണറാണ് എന്ത് ചെയ്യുന്നത്? ജില്ലാ ജഡ്ജിമാരെ എന്ത് ചെയ്യുന്നത്? അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് 10ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. എ പേഴ്സൺ ചാർജ്ഡ് വിത്ത് എ ക്രിമിനൽ ഒഫൻസ് ഈസ് കോൾഡ്. ഇത് കഴിഞ്ഞ വർഷം 5 ഇയറിൽ ചോദിച്ച ചോദ്യം. ഓപ്ഷൻ എ റെസ്പോണ്ടന്റ്, ഓപ്ഷൻ ബി എ ഡിഫൻഡന്റ്, ഓപ്ഷൻ സി എൻ അക്യൂസ്ഡ്, ഓപ്ഷൻ ഡി എ കൺവിക്ട്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അക്യൂസ്ഡ്. ഒരാളെ ഒരു ക്രിമിനൽ ഒഫൻസ് ചാർജ് ചെയ്തു. ആ ചാർജ് ചെയ്യുന്ന അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അക്യൂസ്ഡ് എന്നാണ് വിളിക്കുക, കുറ്റാരോപിതൻ. ഇനിയും കൺവിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കുറ്റാരോപിതനായ വ്യക്തി കോടതി ട്രയലിലെല്ലാം ശേഷം എന്ത് ചെയ്യും? ഡിറ്റർമൈൻ ചെയ്യും ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന്. കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കോടതി പറയുമ്പോഴാണ് ദാറ്റ് പേഴ്സൺ ബിക്കംസ് എ കൺവിക്റ്റ്, കുറ്റവാളി. ഓക്കെ, കുറ്റവാളി. ഓർത്ത് വയ്ക്കാം. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ തീർന്നു. നിങ്ങളെല്ലാവരും ഉഷാറായിട്ട് അറ്റൻഡ് ചെയ്യുമെന്ന് വിചാരിക്കും. നിങ്ങളെല്ലാം സ്കോർ എത്ര കിട്ടിയിട്ടുണ്ടെന്ന രീതിയിൽ നിന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ. അപ്പോൾ ഇനി നിങ്ങൾക്കൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വർക്കായിട്ടേ തരികയാണ്. ഈ ചോദ്യം നമ്മൾ അടുത്ത വീഡിയോയിൽ പാർട്ട് 10 വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ദ ഡോക്ട്രിൻ ഓഫ് ഡബിൾ ജിയോപാഡി ഈസ് മെൻഷൻഡ് ഇൻ ആർട്ടിക്കിൾ ഡാഷ്. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 20, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 14, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 15, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 20. അപ്പോൾ ഡോക്ട്രിൻ ഓഫ് ഡബിൾ ജിയോപാഡി എന്താണെന്ന് പഠിക്കുക. അത് ഏത് ആർട്ടിക്കിളാണെന്ന് അതിൻ്റെ സബ് ക്ലോസ് ആയത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ വീഡിയോയിലൂടെ ഞാനത് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പാർട്ട് 10 വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഈ വീഡിയോസും കണ്ടൻറ്റൊക്കെ ഹെൽപ്ഫുൾ. ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു.